യാദവ വംശത്തിൽ ജാമേഘൻ എന്നു പേരുള്ള ശാന്തശീലനായ ഒരു രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പത്നിയായിരുന്നു ശൈബ്യ. വല്ലാത്ത ശുണ്ഠിക്കാരായിരുന്നു അവർ. ജാമേഘന് ഭാര്യയെ വലിയ പേടിയായിരുന്നു. അതുകൊണ്ട് മക്കളില്ലാതിരുന്നിട്ടും അദ്ദേഹം വേറെ കല്യാണമൊന്നും കഴിച്ചില്ല. ഒരിക്കൽ രാജ്യത്തിന് വലിപ്പം കൂട്ടണമെന്ന് ശൈബ്യയ്ക്ക് തോന്നി. തൊട്ടടുത്ത രാജ്യം പിടിച്ചടക്കണമെന്ന് അവർ ഭർത്താവിനോട് കൽപ്പിച്ചു. ഭാര്യയെ പേടിയായിരുന്നെങ്കിലും ജാമേഘൻ വീരനായിരുന്നു. അദ്ദേഹം അടുത്ത രാജ്യം ആക്രമിച്ചു. രാജാവും രാജകുമാരന്മാരും സേനയും എല്ലാം തോറ്റ് നാട് വിട്ടോടിപ്പോയി. അപ്പോൾ ജാമേഘൻ രാജധാനിയിലേക്ക് കയറിച്ചെന്നു. അവിടെ എല്ലാ മുറികളും ഒഴിഞ്ഞു കിടന്നിരുന്നു. എന്നാൽ ഒരു മുറിയിൽ ഒരു രാജകുമാരി ഒറ്റയ്ക്കിരിക്കുന്നുണ്ടായിരുന്നു. കുമാരി പേടിച്ച് വിറച്ചുകൊണ്ട് ജാമേഘൻ്റെ കാലിൽ വീണ് അപേക്ഷിച്ചു, "അച്ഛാ, എന്നെ രക്ഷിക്കണേ." ജാമേഘൻ ആ കുമാരിയെ തേരിൽ കയറ്റി സ്വന്തം രാജ്യത്തേക്ക് കൊണ്ടുപോയി. യുദ്ധം ജയിച്ചു വരുന്ന ഭർത്താവിനെ എതിരേൽക്കാൻ ശൈബിയയും ബന്ധുക്കളും മന്ത്രിമാരും എല്ലാവരും കാത്തു നിൽക്കുകയായിരുന്നു. ജാമേഘന്റെ അടുത്തിരിക്കുന്ന പെൺകുട്ടിയെ കണ്ട് ശൈബിയുടെ കണ്ണുകൾ ചുവന്നു. അടക്കാൻ വയ്യാത്ത കോപത്തോടെ അവൾ അലറി. ജാമേഘൻ ഭയം കൊണ്ട് മിണ്ടാതെ തന്നെ വയ്യാതായി. പെട്ടെന്ന് അദ്ദേഹം വായിൽ വന്നത് വിളിച്ചു പറഞ്ഞു, "എൻ്റെ മകന്റെ ഭാര്യയാക്കാൻ വേണ്ടി ഞാൻ ഇവളെ കൊണ്ടുവന്നതാണ്." ശൈബ പൊട്ടിച്ചിരിച്ചു. "രാജാവേ, വിഡ്ഢിത്തം പറയരുത്. എനിക്ക് മകനില്ലല്ലോ, പിന്നെ എങ്ങനെ ഇവൻ മകന്റെ ഭാര്യയാവും?" ഭയം കൊണ്ട് വിവേകം നശിച്ച ജാമേഘൻ വിക്കി പറഞ്ഞു, "ഭവതിക്ക് ഉണ്ടാകാൻ പോകുന്ന മകന് പറ്റിയ ഭാര്യയെ മുൻകൂട്ടി കൂട്ടിക്കൊണ്ടുവന്നതാണ്." ശൈബ ചിരിച്ചുകൊണ്ട് ശരി എന്ന് പറഞ്ഞു. കുമാരിയെ വാത്സല്യത്തോടെ കൈപിടിച്ച് അകത്തേക്ക് കൊണ്ടുപോയി. തൽക്കാലം രക്ഷപ്പെടാൻ വേണ്ടിയാണ് രാജാവ് അങ്ങനെ പറഞ്ഞതെങ്കിലും ആ വാക്കുകൾ ഫലിച്ചു. അധികം വൈകാതെ ശൈബ്യ ഒരു മകനെ പ്രസവിച്ചു. അമ്മയുടെ വാക്കനുസരിച്ച് വിദർഭൻ എന്ന രാജകുമാരൻ തന്നേക്കാൾ 10 വയസ്സ് പ്രായക്കൂടുതലുള്ള സുന്ദരിയായ കുമാരിയെ വിവാഹം കഴിക്കുകയും ചെയ്തു.